അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിച്ചു തുടങ്ങി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയോധ്യയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ്. കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കായി ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു പ്രവേശനത്തിനും ദർശനത്തിനും അനുമതി ഉണ്ടായിരുന്നത്. വിരളമായ അയോധ്യയിൽ നിന്നും ഇപ്പോൾ ഗൗതം ആനന്ദനാരായണൻ ചേരുകയാണ്. ഗൗതം, ജയ് ശ്രീറാം. വലിയ രീതിയിലുള്ള തീർത്ഥാടക പ്രവാഹം തന്നെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളടക്കം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു അവിടെ പരിപാടികളിൽ പങ്കെടുക്കാനും ദർശനത്തിനുമുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നത്, അനുവാദമുണ്ടായിരുന്നത്. ഇപ്പോൾ സാധാരണക്കാരായ ഭക്തമാനസങ്ങൾക്ക് ഈ ഒരു ക്ഷേത്രം തുറന്നു കൊടുക്കുമ്പോൾ അഭൂതപൂർവമായ വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? കെ.പി. ജയ് ശ്രീറാം, ഇന്നിപ്പോൾ അയോധ്യയിലെ രാമജന്മഭൂമിയിലേക്ക് തീർത്ഥാടകർ എത്തിത്തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ഇന്നലെ ഉച്ചയ്ക്ക് 12:29 ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നതെങ്കിൽ ഇന്നിപ്പോൾ സാധാരണ ഭക്തർക്ക്, അതായത് ലോകമെമ്പാടുമുള്ള രാമഭക്തർക്കായി ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രം തുറന്നു നൽകിയിരിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാമഭക്തർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ജയ് ശ്രീറാം. ജയ് ശ്രീറാം. നാട്ടിലെവിടുന്നാ വരുന്നത്? നാട്ടിലെ തലശ്ശേരി. ആദ്യത്തെ ദിവസം തന്നെ രാംലല്ലയെ കാണാൻ വന്നാണോ? ആ, അതെ. എന്നാ അയോധ്യയിൽ എന്നാ എത്തിയേ? അയോധ്യയിലില്ല, ഞാൻ നാട്ടിൽ നിന്ന് വന്നായിരുന്നു. അല്ല, അയോധ്യയിൽ എന്താണ് എത്തി? ഇന്നലെ പുലർച്ചെ എത്തിയതാണോ അതോ? അല്ല, ഇന്നലെ. ശരി ആയിക്കോ. ഇപ്പോ നമ്മള് ഈ രാമജന്മഭൂമി പത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കേരളത്തിൽ നിന്നും മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് മലയാളികൾ തന്നെ എത്തിയിരിക്കുന്നു. അപ്പം കേരളം പോലെ അയോധ്യയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ ആദ്യ ദിവസം രാംലല്ലയെ കണ്ട് ദർശനം തേടുന്നതിനായി ഭക്തരുടെ വലിയൊരു ഒഴുക്കാണ്. ഞാൻ നിൽക്കുന്നത് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാത രാമജന്മഭൂമി പത്ത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഒരു 5 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ കവാടം കാണാം. പിന്നീട് രാമക്ഷേത്രമാണ്. അവിടേക്ക് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. ആയിരക്കണക്കിന് രാമഭക്തർ രാവിലെ തന്നെ ഈ ആദ്യ ദിവസം ക്ഷേത്രത്തിലെത്തി രാംലല്ലയുടെ അനുഗ്രഹം തേടുവാനുള്ള ഒരു വലിയ ഒഴുക്കാണ്. ഇന്നലെ പ്രാണപ്രതിഷ്ഠാ ദിനമായതിനാൽ ഈ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും ക്ഷണമുള്ള ആളുകൾക്ക് മാത്രമേ രാമക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. വൈകുന്നേരം ഈ വിശിഷ്ട വ്യക്തികൾക്കായി ദർശനത്തിന് ക്ഷേത്രനട തുറന്നിരുന്നു. ഇന്ന് പുലർച്ചെ ക്ഷേത്രം തുറന്നപ്പോൾ മുതൽ രാമഭക്തർക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്നു. അതിനാൽ വരും ദിവസങ്ങളിലും ഇന്നുമെല്ലാം അയോധ്യയിൽ വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാകും. ഗൗതം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വിവിധ ദേശക്കാരായി വിവിധ ഭാഷ സംസാരിക്കുന്ന നിരവധി ഭക്ത സഹസ്രങ്ങളാണ് അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാംലല്ലയെ കാണാൻ, അയോധ്യ രാമക്ഷേത്രം ദർശിക്കാൻ ഉള്ള അത്രത്തോളം അദമ്യമായ ആഗ്രഹത്തിലായിരുന്നു ഇതുവരെയും എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള അവസരം വന്നു ചേർന്നപ്പോൾ അവരൊക്കെയും അവിടത്തേക്ക് ഒഴുകി എത്തുകയാണ്. അതേസമയം ഇവർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കാൻ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളും തന്നെയാണോ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? കെ.പി. സ്വാഭാവികമായും ഇന്ന് വലിയ ഭക്തജനത്തിരക്കുണ്ടാകുമെന്ന് അയോധ്യ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റുമൊപ്പം UP സർക്കാരിനും അത് സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ട്. അതിനാൽ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ തിരക്കുണ്ടാകുന്നത് മൂലം നഗരത്തിൽ കാര്യങ്ങൾ പൊതുജീവിതം സ്തംഭിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ ക്രൗഡ് മാനേജ്മെന്റ് മികച്ച രീതിയിൽ തന്നെ അയോധ്യയിൽ ഇപ്പോൾ ഈ UP പോലീസ് നടത്തുന്നുണ്ട്. അത് ശബരിമലയ്ക്കൊക്കെ മാതൃകയാക്കാവുന്നതാണ്. നമുക്കറിയാം, ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. മാത്രമല്ല, അയ്യപ്പ ഭക്തർ കുടിവെള്ളം പോലും കിട്ടാതെ വലയുകയും സ്വാമി അയ്യപ്പന്മാർ കുടിവെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ നിലത്ത് വീഴുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളെന്ന് ജനം TV റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് കേരളത്തിലെ ദേവസ്വം ബോർഡിനെതിരെ, തിരുവിതാം ദേവസ്വം ബോർഡിനെതിരെയും ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരെയും അതിവ്യാപകമായ വിമർശനവും പ്രതിഷേധവുമാണ് അയ്യപ്പ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇത് കാണുക, അയോധ്യയെ സംബന്ധിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ഇപ്പോൾ ഇവിടേക്ക് എത്തുകയാണ്. പക്ഷേ ആ ക്രൗഡ് മാനേജ്മെന്റ് വളരെ കൃത്യമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനും അതോടൊപ്പം തന്നെ UP പോലീസിനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അയോധ്യയിലേക്ക് വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാകുന്നു. എന്നാൽ അവരെ കൃത്യമായി തന്നെ ഓരോ സ്ഥലങ്ങളിൽ തടഞ്ഞ് വേണ്ട വിധത്തിൽ ഭക്തരെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് ഇപ്പോൾ
നിരവധി ഭക്തർ പോകുന്നു. ക്ഷേത്രത്തിലെ ആദ്യ ദിനം ഏതാണ്ട് 500 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് രാമജന്മഭൂമിയിൽ കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠ നടന്നത്. ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ ദിനത്തിൽ വലിയ ഭക്തജനത്തിരക്ക് അയോധ്യയിൽ അനുഭവപ്പെടുന്നു. കെ പി ഗൗതം, ഒപ്പം ഈ ഒരു അയോധ്യ, ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ അടുത്തറിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകനാണ് ഗൗതം. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ കൃത്യമായ രീതിയിൽ ജനം ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓരോ വിവരങ്ങളും ഓരോ വിശദാംശങ്ങളും ഗൗതവും നമ്മുടെ വാർത്താസംഘവും നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസമാണ് ഗൗതം ഉൾപ്പെടുന്ന വാർത്താസംഘം ഈ രാമക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നത്. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ആദ്യമായ ഒരു മാധ്യമം ഈ തത്സമയം അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഒപ്പം ഈ അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്ന ദേശീയക്കും ഭാഷത്തിനും വർണ്ണത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അയോധ്യയുടെ ഒരു മുഖച്ഛായ എത്രത്തോളം മാറി എന്നാണ് ഗൗരവത്തിന് അടുത്തറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അയോധ്യ നിവാസികളുടെ ജീവിത നിലവാരം പോലും മാറി വരുന്ന അതിൻ്റെ ആ ഒരു അയോധ്യ നഗരത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറുകയാണ്. ത്രേതായുഗത്തിലെ ആ ഒരു അയോധ്യ എത്രത്തോളം സമ്പന്നമായിരുന്നോ, സമൃദ്ധിയിലായിരുന്നോ, അത്തരത്തിലുള്ള ഒരു സമൃദ്ധിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണോ അവിടെ കാണാൻ സാധിക്കുന്നത് ഗൗതം? കെ പി അങ്ങനെ തന്നെയാണ്. അതായത് അയോധ്യയിൽ ഈ രാമക്ഷേത്രം ഉയർന്നതോടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം അയോധ്യയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികളുടെ അഭിപ്രായം ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അവരൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് അയോധ്യയിലെ അതല്ലെങ്കിൽ മുഴുവൻ ഉത്തർപ്രദേശിലെയും മാറ്റങ്ങൾ അത് കേരളം മോഡലാക്കണം, UP മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് കേരളം പഠിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണമാണ് അയോധ്യയിൽ സ്ഥിരതാമസമാക്കിയ മലയാളികൾ പോലും പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ രാമജന്മഭൂമി പത്ത് തന്നെ അയോധ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രതീകമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പാതയാണ്. നേരത്തെ ഈ പാതയുടെ ഭാഗത്ത് ഒരു ഗല്ലിയായിരുന്നു, അതായത് ഇടുങ്ങിയ ഒരു വഴി. ആളുകൾ ക്യൂ നിന്ന് മാത്രം അകത്തേക്ക് പോകുന്ന രീതിയിൽ വളരെ ഇടുങ്ങിയ ശോചനീയമായ ജീർണിച്ചു കടന്ന ഒരു പ്രദേശത്താണ് രാമജന്മഭൂമി പത്ത് എന്ന നിലയിൽ 4 വരികളായി നിർമ്മിച്ചിരിക്കുന്ന വലിയ റോഡ്. ആ റോഡിന്റെ മുൻപിൽ നമുക്ക് കാണാം 2 വിശാലമായ ഗോപുരങ്ങൾ. അതിന് നടുക്ക് ത്രേതായുഗത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ചിത്രപ്പണികൾ, കൊത്തുപണികൾ അവയെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ കുബേർക്കില മുതൽ രാമജന്മഭൂമി വരെ വിശാലമായ പാത രാമഭക്തർക്ക് സുഗമമായി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സൂചിപ്പിച്ച രാമജന്മഭൂമി പത്ത് അതൊരു പ്രതീകമാണ്, ഒരു പാതയുടെ വികസനം മാത്രമാണ്. അങ്ങനെ എത്രയോ റോഡുകൾ അയോധ്യയിൽ വികസിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളം വന്നു, പുതിയ റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇവിടെ എത്തുന്ന തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന അത്തരം കാര്യങ്ങൾ, വിനോദസഞ്ചാരം അതല്ലെങ്കിൽ തീർത്ഥാടകരായി എത്തുന്നവരെ വെച്ച് ജീവിതം മുന്നോട്ട് പോയിരുന്ന ആളുകൾക്ക് അവർക്ക് കൂടുതൽ കച്ചവടം ലഭിക്കുന്നു. അങ്ങനെ സമ്പൽ സമൃദ്ധമായ രീതിയിലേക്ക് അയോധ്യ തിരിച്ചു പോവുകയാണ്. കെ പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയോധ്യയ്ക്കൊരു പ്രൗഢമായ ഭൂതകാലം ഉണ്ടായിരുന്നു. അത് ത്രേതായുഗ കാലഘട്ടത്തിൽ ഭഗവാൻ ശ്രീരാമന്റെ കാലഘട്ടത്തിലും അതിനുശേഷം ഭഗവാന്റെ കാലഘട്ട ശേഷം വിക്രമാദിത്യന്റെയും ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെയും ഒക്കെ കാലഘട്ടങ്ങളിൽ അയോധ്യ ഒരു പ്രൗഢിയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് 1528 കാലഘട്ടങ്ങളിലാണ് അധിനിവേശ ശക്തികൾ അയോധ്യയിൽ മുറിവേൽപ്പിക്കുകയും അത് കഴിഞ്ഞ് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷമാണെങ്കിലും ദേശീയ തലത്തിലോ സംസ്ഥാനത്തോ അധികാരത്തിലിരുന്ന സർക്കാരുകൾ അയോധ്യയിലേക്ക് എത്തിയിരുന്നേയില്ല. നമുക്കറിയാം അതിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത്. പ്രത്യേകിച്ച് മുലായം സിംഗ് ആണെങ്കിലും മായാവതിയൊക്കെ ആണെങ്കിലും മുസ്ലിം വോട്ട് ബാങ്ക്, ഉത്തർപ്രദേശ് എന്നത് 19% മുസ്ലിം വോട്ട് ബാങ്ക് ഉള്ള ഒരു സംസ്ഥാനമാണ്. അതിനാൽ ആ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മുലായം സിംഗ് ആണെങ്കിലും മായാവതി ആണെങ്കിലും അയോധ്യയിലേക്ക് എത്താറ് കൂടി ഉണ്ടായിരുന്നില്ല. അഖിലേഷ് യാദവും അയോധ്യയിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. കാരണം അയോധ്യയിലേക്ക് വരുന്നത് പോലും മുസ്ലിം വോട്ട് ബാങ്കിനെ ഇല്ലാണ്ടാക്കും എന്ന നിലപാടുള്ള മുഖ്യമന്ത്രിമാരായിരുന്നു ഇവിടെ അധികാരത്തിലിരുന്നത്. അതിനുശേഷം പിന്നീട് യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നു. അദ്ദേഹം ഒരു സന്യാസി കൂടിയാണ്, ഗോരഖ്പൂർ മഠത്തിന്റെ മഠാധിപതിയാണ്. അങ്ങനെ അയോധ്യയ്ക്കും വാരണാസിക്കും ഒക്കെ പ്രത്യേക പരിഗണന. അദ്ദേഹം മുഴുവൻ ഉത്തർപ്രദേശിനെയും ആകെ മാറ്റിമറിക്കുന്നു. ഇന്ന് ലോകം തന്നെ ചർച്ച ചെയ്ത രീതിയിലേക്ക് UP മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, മുമ്പ് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ലോകം ചർച്ച ചെയ്തെങ്കിൽ ഇന്ന് യോഗി ആദിത്യനാഥിന്റെ UP മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഭാരതം ഉറ്റുനോക്കുന്നു, ലോകം ഉറ്റുനോക്കുന്നു എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അയോധ്യയിൽ വന്നിട്ടുള്ള ഈ മാറ്റം അത് തീർച്ചയായും രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒപ്പം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ കാലത്തും
ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അപ്ഡേറ്റ്സ് പ്രിയപ്പെട്ട രാമഭക്തരിലേക്ക് എത്തിച്ചിരുന്നു. അത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ നമുക്കറിയാം 2020 കാലഘട്ടത്തിലാണ്. അത് കൊറോണ വളരെ വ്യാപകമായി നിന്നിരുന്ന, കൊറോണ ഒരു ഭീഷണിയായി ഉയർന്നു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അന്ന് നമ്മൾ രാമക്ഷേത്രത്തിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് തന്നെ ഏതാണ്ടൊരു 70 മീറ്റർ താഴേക്ക് വലിയ കുഴി കുഴിച്ച് അവിടേക്ക് ഇരുമ്പ് സ്ലാബുകളും മറ്റും ഇറക്കിയൊക്കെയാണ് അന്ന് ആ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയത്. അന്ന് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചമ്പത്രായ്ജിയെ പോലുള്ളവർ ജനത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെയാണ് രാമക്ഷേത്രത്തിന് അടിത്തറ ഒരുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്ന് വിശദീകരിച്ചതാണ്. പിന്നീട് അടുത്ത കാലത്ത് വീണ്ടും രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ക്ഷേത്ര രൂപം, ക്ഷേത്രത്തിന്റെ സ്വഭാവം എന്താണ്, ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം രാമക്ഷേത്രത്തിനകത്ത് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് ഏറ്റവും ആദ്യം എത്തി ആ ദൃശ്യങ്ങൾ ജനത്തിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട്. എന്തായാലും അയോധ്യയിൽ ഇപ്പോൾ നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ്. രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇപ്പോൾ ദർശനത്തിനായി രാമഭക്തർക്കായി തുറന്നു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. കെ പി, അയോധ്യയിലെ രാമക്ഷേത്രം, ശ്രീരാമക്ഷേത്രം പൊതുജനങ്ങൾക്കായി, ഭക്തമാനസങ്ങൾക്കായി തുറന്നു കൊടുത്തപ്പോൾ വലിയ രീതിയിലുള്ള ഒഴുക്ക് തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരുന്നു ദർശനത്തിനുള്ള ഒരു അനുവാദമുണ്ടായിരുന്നത്, സൗകര്യമുണ്ടായിരുന്നത്. ഇപ്പോൾ സാധാരണക്കാരായ ഭക്തജനങ്ങൾക്കും തുറന്നു കൊടുക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് അവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൗതമാണ് അയോധ്യയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.